മുംബൈയെ രണ്ടാം തവണയും തകർത്ത് സഞ്ജുവിന്റെ കുതിപ്പ് തുടരുന്നു. സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ യശസ്വി ജയ്സ്വാളും സന്ദീപ് ശർമ്മയും ചേർന്ന് മുംബൈയെ പിടിച്ചുകെട്ടി. മിസ്ഫീൽഡും ക്യാപ്റ്റൻസിയിലെ മിസ്റ്റേക്കും കാരണം മുംബൈയുടെ തോൽവി വേഗത്തിലായി. ടോസ് ജയിച്ച് ബാറ്റിംഗ് എടുക്കുകയായിരുന്നു ഹാർദിക് പാണ്ഡ്യ. ബോളേഴ്സ് വേഴ്സസ് മുംബൈ ബാറ്റേഴ്സ് മാച്ചപ്സിനെ കുറിച്ച് നാം പറഞ്ഞിരുന്നു. ആ മുൻതൂക്കം ബോളേഴ്സ് നിലനിർത്തുന്നതാണ് പവർ പ്ലേയിൽ കണ്ടത്. രോഹിത്തിനെ വീഴ്ത്തി വീണ്ടും സഞ്ജു ബോൾട്ട് കോംബോ. ആദ്യ ലെഗിൽ കണ്ടതുപോലെ ഒരു ഡിസ്മിസൽ. ഇഷാൻ കിഷനെ മടക്കി സന്ദീപിന്റെ സർപ്രൈസ് കംബാക്ക്. പിന്നാലെ ദ അൾട്ടിമേറ്റ് വിക്കറ്റ്. സൂര്യകുമാർ യാദവ് വെറും 10 റൺസുമായി ഡഗ്ഔട്ടിലേക്ക്. കാര്യങ്ങൾ സഞ്ജു നിയന്ത്രിച്ച പവർ പ്ലേ. അതിനുശേഷം 2 യങ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് മുംബൈക്കായി ഒന്നിച്ചു. നേഹൽ വധേരയും തിലക് വർമ്മയും. ക്ലീൻ സ്ട്രൈക്കിന്റെ 9 ഓവറുകളായിരുന്നു പിന്നീട്. സമ്മർദ്ദഘട്ടത്തിൽ അതൊന്നും ബാധിക്കാതെ 99 റൺസിന്റെ പാർട്ണർഷിപ്പ്. തികച്ചും ക്ലൂലെസ് ആയിരുന്നു സഞ്ജു. ആവേശ് ഖാനെ രണ്ടുപേരും തിരഞ്ഞുപിടിച്ചു തല്ലി. ചാഹലിനെതിരെ 1 ഓവറിൽ 3 സിക്സുകൾ. വെറും 16 ഓവറിൽ മുംബൈ 151ലേക്ക്. എന്നാൽ ഡെത്തിൽ വീണ്ടും രാജസ്ഥാന്റെ കംബാക്ക്. വധേര ബോൾട്ടിന് മുന്നിൽ വീണു. ഡെത്തിലെ 10 പന്തിൽ വെറും 10 റൺസ് മാത്രം നേടി ഹാർദിക് പാണ്ഡ്യ മൊമെന്റം ഇല്ലാതാക്കി. പെനൽറ്റിമേറ്റിൽ ആവേശ് ഖാന്റെ തിരിച്ചുവരവ്. അവസാന ഓവറിൽ സന്ദീപിന്റെ വക 3 വിക്കറ്റും. മാച്ചിൽ 5 179 മുംബൈ ഇന്നിംഗ്സ് തീർന്നു. ചേസിലുടനീളം ഒരൊറ്റ പേരു മാത്രം, യശസ്വി ജയ്സ്വാൾ. ഈ സീസണിലെ തന്റെ മോശം ഫോം ജയ്സ്വാൾ അവസാനിപ്പിച്ചു. മുംബൈക്കെതിരെ 2ാം IPL സെഞ്ചുറി. പവർ പ്ലേയിൽ ബട്ട്ലർക്കൊപ്പം പറക്കും തുടക്കം. റെയിൻ ബ്രേക്കിന് ശേഷം അതേ വേഗം നിലനിർത്തി. ബാക്കി ബാറ്റേഴ്സിന് യാതൊരു ജോലിയും സമ്മർദ്ദവും ജയ്സ്വാൾ ബാക്കി വെച്ചില്ല. കട്ട സപ്പോർട്ടോടെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഒപ്പം ചേർന്നു. 59 പന്തിൽ ജയ്സ്വാളിന്റെ വെൽ ഡിസേർവ്ഡ് മാച്ച് വിന്നിംഗ് 100. ഫീൽഡിംഗിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയതാണ് മുംബൈയുടെ തോൽവിക്കുള്ള പ്രധാന കാരണം. ബുംറയെ ഉപയോഗിക്കുന്നതിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വീണ്ടും വീഴ്ച പറ്റി.